വിവരാവകാശ അപേക്ഷ പ്രകാരം കഴിഞ്ഞ 5 വർഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ MLA-മാർ, മുൻ MLA-മാർ, അവരുടെ ആശ്രിതർ അവരുടെ ചികിത്സയ്ക്കായി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് 38.65 കോടി രൂപ എന്നതാണ്. നിലവിൽ ഈ MLA-മാർക്കോ മുൻ MLA-മാർക്കോ ചികിത്സയ്ക്ക് വേണ്ടി തുക ചെലവഴിക്കുമ്പോൾ അതിനൊരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിവരാവകാശ പ്രവർത്തകൻ ആയിട്ടുള്ള രാജു വാഴക്കാല നൽകിയ അപേക്ഷയിൽ ആണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. ആ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് രാജു വാഴക്കാലയുടെ പ്രതികരണം കൂടി കേൾക്കാം. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ MLA-മാരുടെയും മുൻ MLA-മാരുടെയും അവരുടെ ആശ്രിതർക്കും വേണ്ടി ചികിത്സാ ഫീസ് ഇനത്തിൽ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിരിക്കുന്നത് 30.65 കോടി രൂപയാണ്. ചിലവഴിക്കുന്ന തുകയ്ക്ക് പരിധിയില്ലാത്തത് തന്നെയാണ് ഈ റീഇംബേഴ്സ്മെൻറ്റിലൂടെ ഇത്രയേറെ തുക ഖജനാവിൽ നിന്നും ചിലവഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വയ്ക്കുകയാണെങ്കിൽ ചിലവഴിക്കുന്ന തുകയ്ക്ക് ഒരു പരിധി വരികയും അതുവഴി ഖജനാവിൽ നിന്നും അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജ ടീച്ചർ കണ്ണട വാങ്ങിച്ചതിൽ പണം കൂടുതലാണെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയ പ്രതിപക്ഷത്തെ അന്നത്തെ MLA ആയിട്ടുള്ള ഡോക്ടർ MK മുനീർ ഇൻസുലിൻ പമ്പിന് വേണ്ടി 6 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചതായി ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇനത്തിൽ ഒരു അഴിമതിക്ക് വഴിവെക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി എല്ലാ അംഗങ്ങൾക്കും അവരുടെ ആശ്രിതർക്കും ഈ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിക്ക് ഓരോ വർഷവും ഒരു ക്ലെയിം എന്ന രീതിയിൽ തുക ഏർപ്പെടുത്തുകയാണെങ്കിൽ അനാവശ്യമായി ഖജനാവിൽ നിന്നും തുക ചിലവഴിക്കുന്നത് ഒഴിവാക്കാനും അതുവഴി അഴിമതിയെ ഒരു പരിധിവരെ തുടച്ചു നിൽക്കാനോ നമുക്ക് സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.